വിശ്വാസത്തിൻ്റെ അണയാത്ത ദീപസ്തംഭമായി മനുഷ്യഹൃദയങ്ങളിൽ പരിശുദ്ധ മറിയത്തിന് അതുല്യമായ സ്ഥാനമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ കാണുന്നതിനും അപ്പുറമുള്ള ആ പുണ്യജീവിതത്തെ തിരശ്ശീലയിൽ കോറിയിടാൻ അനേകർ പരിശ്രമിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിർണായക സ്ഥാനം അലങ്കരിക്കുന്ന അനേകം കലാരൂപങ്ങൾ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടിട്ടുള്ള സിനിമകൾ. സിനിമകൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് നമ്മൾ അനുദിനം കാണുന്നതാണ്. ഇന്ന് നമ്മൾ സിനിമയുടെ ലോകത്തേക്ക് മാത്രമല്ല, ഒരു ആത്മീയ തീർത്ഥാടനത്തിലേക്ക് കൂടെയാണ് കടന്നു ചെല്ലുന്നത്. എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും കണ്ണിലൂടെ പരിശുദ്ധ മറിയത്തെ കാണുന്നതിനുമപ്പുറം കാണുന്നവൻ്റെ കണ്ണിൽ ആത്മീയ ഉണർവുണ്ടാക്കുന്ന ചില സിനിമകൾ നമ്മളിന്ന് പരിചയപ്പെടുകയാണ്. മറിയം അതൊരു കടലാണ്, ആഴമളക്കാനാവാത്ത സ്നേഹത്തിൻ്റെ കടൽ. ആ കടലിലൂടെ ഒരല്പനേരം നമുക്ക് യാത്ര ചെയ്യാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പരമ്പരാഗതവും ഭക്തി നിർഭരവുമായ വിവരണം നൽകുന്ന ഒരു ടെലിവിഷൻ സിനിമയാണ് 1999 പുറത്തിറങ്ങിയ മേരി മദർ ഓഫ് ജീസസ്. TNT നിർമ്മിച്ച ബൈബിൾ സിനിമകളുടെ പരമ്പരയിലെ ഒരു ഭാഗമാണിത്. ഈ സിനിമയിൽ പെർണില്ല ഓഗസ്റ്റ് മറിയമായും ക്രിസ്ത്യൻ ബെയിൽ ഈശോയായും അഭിനയിക്കുന്നു. കെവിൻ കോണർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ആൽബർട്ട് റോസ് ആണ്. മംഗളവാർത്ത മുതൽ ഉയിർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഈശോയുടെ ജീവിതകഥ മറിയത്തിന്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കാൻ ഈ സിനിമ പരിശ്രമിക്കുന്നു. പെർണില്ല ഓഗസ്റ്റ് മറിയമായി ഹൃദയസ്പർശിയായതും സൗമ്യവുമായ ഒരു പ്രകടനം കാഴ്ചവയ്ക്കുന്നു. തൻ്റെ മകൻ്റെ ദൈവിക ദൗത്യത്തിനും അന്ത്യത്യാഗത്തിനും സാക്ഷിയായ ഒരമ്മയുടെ ആഴമേറിയ വിശ്വാസം, നിശബ്ദമായ ഭക്തി, അഗാധമായ ദുഃഖം എന്നിവയെല്ലാം അവർ വിജയകരമായി അവതരിപ്പിക്കുന്നു. സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊന്ന് ഈശോയായി അഭിനയിക്കുന്ന ക്രിസ്ത്യൻ ബെയിലിൻ്റെ പ്രകടനമാണ്. മറിയത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ രംഗങ്ങൾ സിനിമയിലെ ഏറ്റവും ആകർഷകമായവയാണ്, പ്രത്യേകിച്ച് കുരിശിന് ചുവട്ടിലുള്ള അവരുടെ സംഭാഷണങ്ങൾ. സിനിമ ഒരു പരമ്പരാഗതവും നേർരേഖയിലുമുള്ളതുമായ കഥാരീതി പിന്തുടരുന്നു. ബൈബിൾ കഥയെക്കുറിച്ച് ആഴത്തിൽ അറിയാത്തവർക്കും സിനിമയുടെ കഥ അനായാസം മനസ്സിലാവും. മംഗളവാർത്തയും ഈശോയുടെ ജനനവും മുതൽ കാനായിലെ കല്യാണം, കുരിശുമരണം, ഉയിർത്തെഴുന്നേൽപ്പ് വരെയുള്ള മറിയത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന നിമിഷങ്ങളെയും പരമ്പരാഗത വിശ്വാസങ്ങളെയും ഇത് സ്പർശിക്കുന്നു. വളരെ മനോഹരമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സിനിമ യൂട്യൂബിൽ ലഭ്യമാണ്. ദൈവഭക്തിയോടെയും നല്ല ഉദ്ദേശത്തോടെ നിർമ്മിച്ച ഒരു സിനിമയാണ് 2006 പുറത്തിറങ്ങിയ ദി നേറ്റിവിറ്റി സ്റ്റോറി. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ബൈബിൾ കഥയെ യാഥാർത്ഥ്യബോധത്തോടെ വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഈ ചിത്രം പരിശ്രമിക്കുന്നു. 13, ട്വിലൈറ്റ് തുടങ്ങിയ സിനിമകളിലൂടെ പ്രശസ്തയായ കാതറിൻ ഹാർഡ്വിക്ക് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും വ്യക്തിപരമായ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. അവരെ വെറും പുണ്യപ്പെട്ട രൂപങ്ങളായി അവതരിപ്പിക്കാതെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വലിയ വെല്ലുവിളി നേരിടുന്ന സാധാരണ യുവദമ്പതികളായിട്ടാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. മംഗളവാർത്തയും ജോസഫിൻ്റെ ആദ്യകാല സംശയങ്ങളും വളരെ ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഈ സിനിമ അവരുടെ വിശ്വാസം, സംശയങ്ങൾ, പരസ്പര സ്നേഹം എന്നിവയെല്ലാം ഊന്നി പറയുന്നു. നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള അവരുടെ കഠിനമായ യാത്ര വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായി ചിത്രീകരിച്ച് അവരുടെ ത്യാഗത്തിന് കൂടുതൽ ആഴം നൽകുന്നു. ദൃശ്യപരമായി ഈ സിനിമ മനോഹരമാണ്. മരുഭൂമിയിലെ വിശാലമായ കാഴ്ചകളും യാഥാർത്ഥ്യബോധമുള്ള സെറ്റുകളും പ്രേക്ഷകരെ പുരാതന യൂദയായിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മൈക്കിൾ ഡാനയുടെ സംഗീതം വളരെ മികച്ചതും അനുഭൂതി ഉളവാക്കുന്നതുമാണ്. കഥയുടെ വൈകാരിക നിമിഷങ്ങൾക്ക് അത് കൂടുതൽ കരുത്ത് നൽകുന്നു. മാർട്ടി ബോവൻ, വിക് ഗോഡ്ഫ്രെ എന്നിവർ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മൈക്ക് റിച്ച് ആണ്. ആമസോൺ പ്രൈം വീഡിയോ, യൂട്യൂബ്, ആപ്പിൾ TV തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഈ സിനിമ ലഭ്യമാണ്. മറ്റു ബൈബിൾ സിനിമകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതും
ഒരു അതുല്യവും ആഴത്തിലുള്ളതുമായ ചിത്രമാണ് 2015 പുറത്തിറങ്ങിയ ഫുൾ ഓഫ് ഗ്രേസ് എന്ന സിനിമ. ഈശോയുടെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം ഏകദേശം 10 വർഷത്തോളം മറിയം ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ സിനിമ പ്രധാനമായും പറയുന്നത്. ഇത് സിനിമകളിൽ സാധാരണയായി കാണാത്തൊരു വിഷയമാണ്. സംഭാഷണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന, സാവധാനത്തിൽ കഥ പറയുന്ന ഒരുതരം സിനിമാറ്റിക് പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനമെന്ന് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. ജസ്റ്റിൻ ബെൽ, ടെറൻസ് ബെർഡൻ എന്നിവർ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ആൻഡ്രൂ ഹയാത്താണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ പുതിയ സമീപനമാണ്. ഇവിടെ വളരെ പ്രായമായ മറിയത്തെ ബഹിയ ഹൈഫി അവതരിപ്പിക്കുന്നു. ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തിന് ജ്ഞാനത്തിന്റെയും സമാധാനത്തിന്റെയും ഉറവിടമായാണ് മറിയത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. നോം ജെൻകിൻസ് അവതരിപ്പിച്ചിരിക്കുന്ന പത്രോസിന്റെ കഥാപാത്രം വളരെ ശക്തമാണ്. വളർന്നു വരുന്ന സഭയുടെ നേതാവ് എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പരിതപിക്കുന്ന വിശുദ്ധ പത്രോസുമായുള്ള മറിയത്തിന്റെ സംഭാഷണങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഈ സംഭാഷണങ്ങളിലൂടെ മറിയം പത്രോസിനെയും പ്രേക്ഷകരെയും വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. പത്രോസിനെ ഒരു ദുർബലനും ഭാരങ്ങൾ പേറുന്നവനുമായ നേതാവായി കാണിക്കുമ്പോൾ മറിയത്തെ വെറും ഒരു ആദർശ രൂപമായല്ല, മറിച്ച് ഈശോയെക്കുറിച്ചുള്ള സ്വന്തം ഓർമ്മകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്നേഹനിധിയായ അമ്മയായാണ് അവതരിപ്പിക്കുന്നത്. ആദ്യകാല സഭാ നേതാക്കന്മാർ നേരിട്ട യഥാർത്ഥ പോരാട്ടങ്ങളെ ഈ സിനിമ വിജയകരമായി ചിത്രീകരിക്കുന്നു. മനോഹരമായ ഈ സിനിമ കാണേണ്ടവർക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ ഇത് ലഭ്യമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിപുലവും ആദരപൂർവമായ കാഴ്ചപ്പാട് നൽകുന്ന ഒരു ടെലിവിഷൻ മിനി സീരീസ് ആണ് 2012 പുറത്തിറങ്ങിയ മേരി ഓഫ് നസറത്ത്. ജിയാക്കോമോ കാംബിയോട്ടി സംവിധാനം ചെയ്ത ഈ ചിത്രം മറിയത്തിന്റെ ബാല്യകാലം, മംഗളവാർത്ത, പുത്രനായ ഈശോ മിശിഹായുടെ ഉയിർത്തെഴുന്നേൽപ്പ് എന്നിവ വരെയുള്ള സംഭവങ്ങൾ സമഗ്രമായി ചിത്രീകരിക്കുവാൻ പരിശ്രമിക്കുന്നു. ബൈബിളിലെ സുവിശേഷങ്ങളിൽ നിന്നും പരമ്പരാഗതമായ ഭക്തിപരമായ കഥകളിൽ നിന്നും ഇതിലെ വിവരണങ്ങൾ എടുത്തിട്ടുണ്ട്. ലൂക്ക ബെർണബൈ, മെറ്റിൽഡെ ബെർണബൈ എന്നിവർ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഫ്രാൻസിസ്കോ അർലാഞ്ചാണ്. ഈ സിനിമയുടെ പ്രധാന ശക്തി മറിയത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കഥ പറയുക എന്നുള്ളതാണ്. അവളുടെ ആഴമേറിയ വിശ്വാസം, ആശ്രയം, അവൾ സഹിക്കുന്ന നിശബ്ദമായ ദുരിതങ്ങൾ എന്നിവ ഇത് പര്യവേഷണം ചെയ്യുന്നു. മറിയമായി അഭിനയിച്ച അലീസ ജുങ്ങിന്റെ പ്രകടനം ഒരുപാട് പ്രശംസിക്കപ്പെട്ടു. ആ കഥാപാത്രത്തിന്റെ പരിശുദ്ധിയും ശക്തിയും മികച്ച രീതിയിൽ അവർ അവതരിപ്പിച്ചു. മംഗളവാർത്തയുടെ സന്തോഷം മുതൽ കുരിശുമരണത്തിന്റെ ഹൃദയഭേദകമായ വേദന വരെയുള്ള അവളുടെ യാത്രയുടെ വൈകാരിക തലം സിനിമയിൽ ഫലപ്രദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ദി നേറ്റിവിറ്റി സ്റ്റോറി പോലെ ഈ സിനിമയും മറിയം, ജോസഫ്, ഈശോ എന്നിവരെ സാധാരണ മനുഷ്യരായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നു. മാതാപിതാക്കളോടുള്ള മറിയത്തിന്റെ സ്നേഹബന്ധം, വിവാഹ നിശ്ചയത്തിലെ വെല്ലുവിളികൾ, അവൾ തൻ്റെ മകനുമായി പങ്കിടുന്ന ആർദ്രമായ ബന്ധം എന്നിവയെല്ലാം ഇത് കാണിക്കുന്നു. യൂറോപ്യൻ, ടുണീഷ്യൻ സ്ഥലങ്ങളിൽ ചിത്രീകരിച്ച ഈ സിനിമയുടെ ഛായാഗ്രഹണം അതിൻ്റെ സൗന്ദര്യത്തിന് പലപ്പോഴും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. കാഴ്ചയിൽ മനോഹരവും സമ്പന്നവും ചരിത്രപരമായ വിശദാംശങ്ങളുള്ളതുമായ ഒരു ലോകം അവതരിപ്പിക്കുന്ന ഈ സിനിമ മുഴുവനായി OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമല്ല. എന്നിരുന്നാലും ഇതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. തൊള്ളായിരത്തി പോർച്ചുഗലിലെ ഫാത്തിമയിൽ നടന്ന പ്രസിദ്ധമായ മറിയത്തിന്റെ ദർശനങ്ങളെക്കുറിച്ച് പറയുന്ന ഹൃദയസ്പർശിയായതും മനോഹരവുമായി ചിത്രീകരിച്ചതുമായ ഒരു സിനിമയാണ് 2020 പുറത്തിറങ്ങിയ ഫാത്തിമ. മാർക്കോ പോണ്ടിക്കോർവോ സംവിധാനം ചെയ്ത ഈ ചിത്രം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു കൂട്ടം ദർശനങ്ങൾ കണ്ട 3 യുവ ഇടയന്മാരായ ലൂസിയ ഡോസ് സാന്തോസ്, അവരുടെ 2 ഇളയ കസിൻസായ ഫ്രാൻസിസ്കോ, ജെസിന്ത മാർത്തോ എന്നിവരെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. അത്ഭുതങ്ങളെയും ചരിത്രപരമായ കാര്യങ്ങളെയും വ്യക്തിപരമായ പോരാട്ടങ്ങളെയും സന്തുലിതമാക്കി കുട്ടികളുടെ കഥയെ വളരെ മനുഷ്യസഹജമായ കാഴ്ചപ്പാടിൽ ഈ സിനിമ അവതരിപ്പിക്കുന്നു. ജെയിംസ് ടി വോൾക്ക്, മാർക്കോ പോണ്ടിക്കോർവോ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മാർക്കോ പോണ്ടിക്കോർവോ, വലേറിയോ ഡി അന്നുൻസിയോ,
ജാക്കോപ്പോ ക്വാഗ്ലിയോ എന്നിവർ ചേർന്നാണ്. ഒരമാനുഷിക സംഭവത്തെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിൽ ഈ സിനിമ മികച്ചു നിൽക്കുന്നു. ദർശനങ്ങളെ വെറും ഒരു കാഴ്ചയായിട്ടല്ല, മറിച്ച് കുട്ടികൾക്ക് ലഭിച്ച ആഴമേറിയതും വ്യക്തിപരവുമായ ഒരു അനുഭവമായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. ലൂസിയെ ഒരു വിശുദ്ധയായിട്ടല്ല, മറിച്ച് തൻ്റെ ദർശനങ്ങളെക്കുറിച്ച് കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നും മതേതര അധികാരികളിൽ നിന്നും സംശയം നേരിടേണ്ടി വരുന്ന ഒരു വിഷമിച്ചിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ദൃശ്യപരമായി ഈ സിനിമ മികച്ചതാണ്. പോർച്ചുഗലിലെ ഗ്രാമീണ ഭൂഭംഗി അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ദർശനങ്ങളുടെ രംഗങ്ങൾ അമിതമായ വൈകാരികത ഒഴിവാക്കി വളരെ ഭക്തിയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. സൂര്യൻ്റെ അത്ഭുതം എന്ന രംഗം വളരെ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രകൃതിദത്തമായ പ്രകാശവും സൂക്ഷ്മമായ വിഷ്വൽ എഫക്ട്സും സംയോജിപ്പിച്ച് അത്ഭുതപ്പെടുത്തുന്ന സിനിമാറ്റിക് അനുഭവം കാഴ്ചക്കാർക്ക് പ്രദാനം ചെയ്യുന്നതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രക്ഷുബ്ധമായ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ദർശനങ്ങളുടെ കഥയെ ഫാത്തിമ ഫലപ്രദമായി കോർത്തിണക്കുന്നു. പോർച്ചുഗീസ് ഗവൺമെന്റിന്റെ സഭാവിരുദ്ധ നിലപാടുകളും യുദ്ധം മൂലമുണ്ടായ വ്യാപകമായ ഭയവും ദുഃഖവും ഉൾപ്പെടെ അന്നത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളെ സിനിമ എടുത്തു കാണിക്കുന്നു. ഈ പശ്ചാത്തലം കുട്ടികളുടെ സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും സന്ദേശത്തിന് ഒരു അടിയന്തര പ്രാധാന്യം നൽകുന്നു. സഭാവിരുദ്ധനായ മേയറും സംശയാലുക്കളായ പത്രപ്രവർത്തകരും ഉൾപ്പെടുന്ന രംഗങ്ങൾ കുട്ടികളുടെ അചഞ്ചലമായ വിശ്വാസത്തിന് ശക്തമായ പ്രതിഫലനം നൽകുന്നു. ദർശനങ്ങളുടെ ചരിത്രത്തിൽ താല്പര്യമുള്ളവരോ ആഴമായ ആത്മീയവും വൈകാരികവുമായ ഒരു കഥ തേടുന്നവരോ ഈ സിനിമ തീർച്ചയായും കാണേണ്ടതാണ്. ആപ്പിൾ TV, ആമസോൺ പ്രൈം വീഡിയോ, വുഡു തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ സിനിമ ലഭ്യമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിന് ഒരു പുതിയതും മനുഷ്യ സഹജവുമായ കാഴ്ചപ്പാട് നൽകാൻ ശ്രമിക്കുന്ന നെറ്റ്ഫ്ലിക്സ് നിർമ്മിച്ച ബൈബിൾ സിനിമയാണ് 2024 പുറത്തിറങ്ങിയ മേരി. DJ കാരുസോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നോവ കോഹൻ ആണ് മറിയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിലെ സുവിശേഷ ഭാഗങ്ങൾക്കൊപ്പം കാനോനികമല്ലാത്ത ഗ്രന്ഥങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ് എന്നിവയിൽ നിന്നുമൊക്കെയുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർത്താണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഈ സമീപനം കാഴ്ചയിൽ ആകർഷകമായ ഒരു സിനിമയ്ക്ക് വഴിമാറിയെങ്കിലും പ്രത്യേകിച്ച് വിശ്വാസപരമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. മേരി അലോ, ഹന്ന ലീഡർ, ഗല്ലിയൻ ഹോർമൽ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് തിമോത്തി മൈക്കിൾ ഹെയ്സ് ആണ്. മറിയത്തെ ഒരു വിശുദ്ധ രൂപമായി മാത്രം കാണിക്കാതെ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു യുവതിയായി ചിത്രീകരിക്കുക എന്നതാണ് ഈ സിനിമയുടെ പ്രധാന ലക്ഷ്യം. ഒരു ദൈവിക വിധി ഏറ്റെടുക്കേണ്ടി വന്ന വിനയമുള്ള, ദയയുള്ള ഒരു കൗമാരിക്കാരിയെയാണ് നോവ കോഹൻ മറിയത്തെ അവതരിപ്പിക്കുന്നത്. അവളുടെ കുടുംബത്തിൽ നിന്നുള്ള സംശയങ്ങൾ മുതൽ ഹെറോദ് രാജാവിന്റെ ക്രൂരമായ ഭീഷണി വരെയുള്ള വൈകാരികവും സാമൂഹികവുമായ പോരാട്ടങ്ങളെ ഈ സിനിമ ഫലപ്രദമായി കാണിക്കുന്നു. മേരി ഹൃദയസ്പർശിയായ വളരെ മനോഹരമായ ഒരു സിനിമയാണ്. ഉയർന്ന ബഡ്ജറ്റുള്ള ഒരു ചിത്രം എന്ന നിലയിൽ ഇത് സാധാരണ ബൈബിൾ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഛായാഗ്രഹണം, വസ്ത്രങ്ങൾ, നിർമ്മാണ ശൈലി എന്നിവയിലെല്ലാം ഉയർന്ന നിലവാരം പുലർത്തുന്നു. ഹെറോദ് രാജാവായി ആന്റണി ഹോപ്കിൻസ് അവിസ്മരണീയവും ശക്തവുമായ പ്രകടനം കാഴ്ചവെക്കുന്നു. ഭ്രാന്തനും ക്രൂരനുമായ ഭരണാധികാരിയായി അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് മറിയത്തിന്റെയും ജോസഫിന്റെയും യാത്രയ്ക്ക് ഒരു ഭീഷണി നിലനിർത്തിക്കൊണ്ട് സിനിമയുടെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗതമായ ചിത്രീകരണങ്ങളെ വെല്ലുവിളിക്കുകയും സംവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഈ സിനിമ പുതിയതും വിവാദപരവുമായ ഒരു കാഴ്ചപ്പാട് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ യോഗ്യമാണ്. മനോഹരമായ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നെറ്റ്ഫ്ലിക്സിൽ ഇത് ലഭ്യമാണ്. പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇനിയും ധാരാളം സിനിമകളിൽ ഭാഗികമായും കഥാപാത്രങ്ങളിലൂടെയും ഒക്കെ ധാരാളം കലാകാരന്മാർ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം അവതരിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ധാരാളം ഡോക്യുമെന്ററികളും ഹ്രസ്വ ചിത്രങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് സിനിമകളെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവുമുണ്ട്. പറഞ്ഞാൽ തീരാത്ത കഥയാണ് മറിയത്തിന്റെ ജീവിതം. അറിയുന്തോറും നമ്മളെ സ്വാധീനിക്കുന്ന വലിയ അത്ഭുതം. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ധ്യാനിക്കുവാനും ഈ സിനിമകൾ നമ്മെ സഹായിക്കട്ടെ.